ഹലോ എവരി വൺ. അങ്ങനെ ഡെയർഡബിൾ ബോൺ അഗെയിൻ സീരീസ് വന്നിരിക്കുകയാണ്. ആകെ 9 എപ്പിസോഡുകളാണ് ഉള്ളത്. ഇപ്പോൾ 2 എപ്പിസോഡുകൾ സ്ട്രീം ചെയ്തിരിക്കുന്നു. MCU ഫാൻസിന് ഏറെക്കാലത്ത് ആഗ്രഹമാണ് നെറ്റ്ഫ്ലിക്സിലുള്ള ഡെയർഡബിൾ MCUയിലേക്ക് വരണം എന്നുള്ളത്. നോ വേ ഹോം, എക്കോ, ഷീ ഹൾക്ക് എന്നിവയിലൂടെ വന്നു പോയി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് യൂണിവേഴ്സിലുള്ള ഡെയർഡബിൾ MCUമായി കാനോൺ ആയിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ 2 എപ്പിസോഡുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഇംപ്രഷൻ. ഈ പറഞ്ഞ നോ വേ ഹോം, ഷീ ഹൾക്ക്, എക്കോയിലൂടെയൊക്കെ ഡെയർഡബിളിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള കണ്ടിന്യൂസ് കിട്ടുന്നത് ബോൺ അഗെയിൻ സീരീസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. ഫസ്റ്റ് എപ്പിസോഡിൽ ഒരു 5 സെക്കൻഡ്സിലൂടെയാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. 5 സെക്കൻഡ്സ് ഒക്കെ സൂപ്പറാണ്. അതിനുശേഷം മാഡ് മാർഡോഗ് ഡെയർഡബിൾ സ്യൂട്ട് ഉപേക്ഷിക്കുന്നതും പിന്നെ ലോയറായിട്ട് പോകുന്നതും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ശരിക്കും എന്താ പറയാ, നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ വിട്ട് MCയിലേക്ക് വരുമ്പോൾ ബോൺ അഗെയിൻ സീരീസിൽ ഒരുപാട് മാറ്റങ്ങൾ അത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാവും ഫാൻസിന് അത്ര തൃപ്തികരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ കണ്ട ഡെയർഡബിൾ MCയിൽ കാണുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെടുന്നു വരില്ല. കാരണം നെറ്റ്ഫ്ലിക്സിൽ ഡെയർഡബിളിനെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ MCയിലാണെങ്കിൽ കോമിക് ആക്യുറേറ്റഡ് ആയിട്ടും. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു വരില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ ഈ സീരീസിൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡെയർഡബിൾ ആൻഡ് ബുൾസേ ഫൈറ്റ് അല്ല, ആ ഫൈറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്തോ അത് മാത്രം എനിക്ക് ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് ചർച്ചയാവുന്നുണ്ട്. ഈ ഇറങ്ങിയ 2 എപ്പിസോഡുകൾ ഇത് മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ എപ്പിസോഡ് വലിയ തിരക്കേടില്ലാതെ കണ്ടിരിക്കും എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൽ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാം. മാഡ് മാർഡോഗ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്യൂട്ടൊക്കെ ഉപേക്ഷിച്ച് പഴയ ലോയറായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ കിംപിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഇപ്പോൾ പഴയ ആളല്ല. ഈ രണ്ടാമത്തെ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാകും പുള്ളി ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്നതും മേയർ ആവുന്നതും ഒക്കെ. എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ കണ്ടാലറിയാം. അത്ര തന്നെ. മാഡ് മാർഡോഗ് ആൻഡ് വിൽസൺ ഫിസ്ക് ഈ രണ്ടുപേരെ ഫോക്കസ് ചെയ്താണ് ഈ 2 എപ്പിസോഡുകളും മുന്നോട്ട് പോയത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ ബോൺ അഗെയിൻ സീരീസിലെ ഈ 2 എപ്പിസോഡുകൾ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ ഫുള്ള് കണ്ടതിന് ശേഷം റിവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.